മോണ്ടിട്ടോ എന്തായാലും വ്ലോഗ് റീൽസ് കൊടുത്ത് കേക്ക് തീരുവോ? ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ലേ? ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് മോന്റെ 4ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മൾ ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കുട്ടികളെല്ലാരും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. വേറെ എവിടേക്കും അല്ല, ചേളാരിയുള്ള സെഞ്ചുറി ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ പോണത്. ഇപ്രാവശ്യം വലിയ പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമാണ്, അതും വീട്ടിൽ വെച്ചാണ് പ്ലാൻ ചെയ്തത്. പെട്ടെന്നാണ് പ്ലാൻ ചേഞ്ച് ആയത്. നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തിനെ പറ്റി കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയതാണ്. അപ്പോൾ നമുക്ക് ബുക്കിംഗ് കിട്ടിയ ടൈമിലേക്ക് ആകെ 1 മണിക്കൂറേ ടൈമുള്ളൂ. വേഗം കേക്ക് ഓർഡർ ചെയ്ത സ്ഥലത്ത് നിന്ന് കേക്ക് എടുത്തിട്ട് ഒറ്റ മൈൻഡിൽ പോയതാണ് കേട്ടോ. ഇതൊന്നുള്ള ആൾക്കാർ, ഇതിലും കൂടുതൽ ആൾക്കാർ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ പെട്ടെന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇത് ഓൾറെഡി അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യേണ്ടതൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയപ്പോൾ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. മോനായിട്ട് വേറെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ തലേന്ന് നമ്മളിവിടെ വേറൊരു ടീമിന്റെ കൂടെ ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഇവിടുന്ന് ആക്കിയാലോ എന്നൊരു തോന്നല് പെട്ടെന്ന് ചേഞ്ച് ആട്ടോ. ഇതൊരു പാർട്ടി സ്പേസ് ആണ്. ഈ ഒരു സ്റ്റേജ് പോലുള്ള സ്ഥലമൊക്കെ ഇവർ പാർട്ടി ചെയ്യാൻ വേണ്ടി കൊടുക്കും കേട്ടോ. ബർത്ത്ഡേ, ആനിവേഴ്സറി ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ കിഡ്സിന്റെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. കിഡ്സിനും വലിയവർക്കും ഒക്കെ കളിക്കാൻ ഫോട്ടോ സ്പേസ് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല ഫ്രെയിംസ് ഉണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നെ പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന കാര്യത്തിൽ ക്രേസ് ഉള്ള ആൾക്കാർക്ക് ഇവിടെ വന്നാൽ എന്തായാലും നഷ്ടമാവില്ല കേട്ടോ. നമ്മളിപ്പോ ആട്ടുവിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ളത് കിഡ്സ് ഏരിയയിൽ കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. ഇവിടെ നമ്മൾ പൂള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെഞ്ചുറിന്റെ ഒരു അടിപൊളി നല്ല വിശാലമായിട്ടുള്ള ഒരു പൂളുണ്ട്. നമ്മൾ ജസ്റ്റ് ടൈം ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കിഡ്സ് ഏരിയ സ്പെൻഡ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേഞ്ചിങ് ഏരിയയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരു കേക്ക് ഉണ്ടായിരുന്നു നമ്മളെ കയ്യിൽ. മോന്റെ ബർത്ത്ഡേക്ക് അല്ലേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചേഞ്ചിങ് ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ല പ്രൈവസിയോട് കൂടി തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ബാക്കിയുള്ള പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതാണ് പൂളിലേക്കുള്ള എൻട്രൻസ്. അപ്പുറത്ത് വേറൊരു എൻട്രൻസും കൂടെ ഉണ്ട്. പക്ഷെ വേറെ ടീം അതിലൂടെ ഇറങ്ങിയതിന് നമ്മൾ കയറുന്നത് ഈ ഒരു ഭാഗത്തൂടെ കേട്ടോ. ഷട്ടർ പൊങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളിതാ പൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കിഡ്ലൻ ആംബിയൻസുള്ള സ്ഥലം കേട്ടോ. നല്ല ഫോട്ടോ സ്പേസ് ഉള്ള ഒരുപാട് ഫോട്ടോ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ കിഡ്സിന് സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. പൂള് നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഡിന്നർ പാർട്ടീസും ഇതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് പ്രത്യേകം ചാർജ് ഉണ്ട്. 12 പേർക്ക് 1500 രൂപയാണ് കേട്ടോ 1 മണിക്കൂറിന് പൂളിന്റെ റേറ്റ്. പിന്നെ എക്സ്ട്രാ ആളുള്ളതനുസരിച്ച് പെർ ഹെഡ് 150 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ 12 പേരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പാട്ട് നിർത്തല്ലേ.
പൂളിന്റെ ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ പൂളിൽ നിന്ന് ഇറങ്ങി നമ്മളെ പരിപാടി സെറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാട്ടോ. ബലൂൺസും കാര്യങ്ങളൊക്കെ വീർപ്പിച്ച് കുട്ടീനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ച് സ്പൈഡർമാൻ തീമായിരുന്നു നമ്മളെ ബർത്ത്ഡേന്റെ തീം വന്നിട്ടുണ്ടായിരുന്നത്. അത് നല്ല ഹാപ്പിയാണ് കേട്ടോ. അവൻ തന്നെ പറഞ്ഞാണ് എനിക്ക് ഇപ്രാവശ്യം സ്പൈഡർമാന്റെ തീം. സ്പൈഡർമാൻ തീം ആയപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളും അതിന്റെ കൂടെ കളർ കോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. ഞങ്ങൾ രണ്ടാളും ഡ്രസ്സ് റെഡും ബ്ലൂവും കോമ്പിനേഷനിലാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിലാട്ടോ മറ്റുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മാസ്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ടൈറ്റിൽ കെട്ടി കൊടുത്തപ്പോൾ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത്. കാരണം മൂക്കും വായൊക്കെ ഇങ്ങനെ കൂട്ടിക്കെട്ടി കണ്ണ് മാത്രമേ പുറത്ത് കാണുന്നുള്ളായിരുന്നു. അപ്പൊ കുറച്ചു നേരമൊക്കെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ സ്വഭാവം അങ്ങോട്ട് മാറി. പിന്നെ ഫോട്ടോക്ക് നിൽക്കണില്ല, പോസും കാര്യങ്ങളൊന്നും മര്യാദക്ക് കാണിക്കണില്ല. ഒരു ദേഷ്യം പിടിച്ച പോലെ ആ മാസ്ക് ഒക്കെ ഊരി വലിച്ചെറിഞ്ഞു കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ സിസ്റ്റേഴ്സാണ്, എളാമൻ്റെ മക്കളും എൻ്റെ അനിയത്തികളൊക്കെയാണ്. മറ്റാൾ കുറുമ്പ് പിടിച്ച് മൂല പോയി നിൽക്കാട്ടോ, ഞാൻ വരൂല എന്നെ എടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് മാസ്കും ഗ്ലൗ ഒക്കെ ഊരി വലിച്ചെറിയാണ്. പലതും പറഞ്ഞ് മിഠായി തരാം, ചോക്ലേറ്റ് തരാം, കേക്ക് തരാന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടും ആളങ്ങോട്ട് വഴങ്ങണില്ല. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സംഭവം എല്ലാം കൂടി ഇട്ട് അതിന്റെ മുഖമൊക്കെ ആകെ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടാകും. സംഭവം ശരിയാണ്. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ ഓനങ്ങനെ സോഫ്റ്റ് ആക്കി കൊണ്ടുപോകാൻ നോക്കി. കേക്ക് കട്ട് ചെയ്യണം, കേക്ക് മുറിക്കണം. മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ വെളിച്ചം പോകുന്നതിന് മുന്നേ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് സെറ്റ് ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ മഴ എങ്ങാനും പെയ്താല് ആകെ കൊള്ളാവും. കാരണം നമുക്ക് മേൽക്കൂരൊന്നും ഇല്ലല്ലോ, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിലല്ലേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോണത്. അപ്പോൾ ഓനെ മാക്സിമം നമ്മൾ സോപ്പിച്ച് കൊണ്ടല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. കുറെ ഒക്കെ നമ്മള് കുട്ടികളെ കൊണ്ടൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് രസാക്കി എങ്ങനെ ഒരു വിധം ആളെ മൂഡ് അങ്ങോട്ട് മാറ്റിയെടുത്തു കേട്ടോ. കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറുമ്പനായി. ഞാൻ എടുക്കൂല, ഞാൻ വരൂല, ഞാൻ തെറ്റി, നമുക്ക് വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കൊളായി. ആകെ ടെൻഷനായി പോയി കുറച്ച് സമയം. ഇത് നടക്കൂലേ, ഫോട്ടോ മര്യാദക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തൊക്കെ വേസ്റ്റ് ആയി പോകും. നമ്മുടെ ശ്യാമന്റെ ബർത്ത്ഡേ ആണ്. റെഡി ആക്ഷൻ. അപ്പൊ നമ്മുടെ ശ്യാമന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ശ്യാമോൻ. താങ്ക് യു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളങ്ങനെ മെല്ലെ മെരുക്കി കൊണ്ടുവന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കേക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഫോട്ടോസിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളൊന്ന് സെറ്റാക്കി കൊണ്ടുവന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളങ്ങിട്ട് ആക്റ്റീവായിട്ടോ. പിന്നെ നമുക്ക് ബലൂൺസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഓൻ്റെ ആ കോസ്റ്റ്യൂമിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അവിടെ പോയി വികൃതിയൊക്കെ കാണിക്കാൻ തുടങ്ങി കേട്ടോ. കുട്ടികളൊക്കെ തല്ലാനും പിച്ചാനൊക്കെ തുടങ്ങി. പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടത് മനസ്സിലായി. ഓൻ തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ ആ സ്പൈഡർമാൻ്റെ തീമാക്കിയത്. എനിക്ക് ഇപ്രാവശ്യം സ്പൈഡർമാൻ്റെ കേക്ക് മതി എന്നൊക്കെ അവൻ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടിരുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മുടെ ടെഡി ബിയറിൻ്റെ തീമേനും, സെക്കൻഡ് ബർത്ത്ഡേ കാത്തുവരുന്ന തീം, തേർഡ് ബർത്ത്ഡേ കൺസ്ട്രക്ഷൻ തീമേനും, JCBയും ലോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. റീൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് കാണുന്നതിനെ കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് വേണ്ട എന്താണ്, അവരുടെ ഇഷ്ടം എന്താണെന്നൊക്കെ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരത്ര ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. ക്യാമറ നോക്കണം കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ പൊട്ടിച്ചു പൊട്ടുന്നില്ല. ഫോട്ടോ എടുക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞാൽ നമ്മളിത് ആ തീമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരാണ് കേട്ടോ. ഇതിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ മീഷോന്നാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്രസ്സ്, മോൻ്റെ ഡ്രസ്സ്, ഹസ്ബൻഡിൻ്റെ ടീഷർട്ട്, ഈ ഡെക്കറേഷൻസ് ഐറ്റംസ്, ഈ എല്ലാം മോനിട്ടിരിക്കുന്ന ചെരുപ്പ്, സ്പൈഡർമാൻ്റെ തീമിൻ്റെ ചെരുപ്പ് അടക്കം എനിക്കുള്ള ഗിഫ്റ്റ് ഐറ്റംസും എല്ലാം നമ്മൾ മീഷോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിനാട്ടോ മീഷോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളിത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് നല്ല റിവ്യൂ ഉള്ളതൊക്കെ നോക്കി വാങ്ങിക്കണം. നമുക്ക് നല്ല പ്രോഡക്റ്റുകൾ നല്ല അഫോർഡബിൾ റേറ്റിന് തന്നെ മീഷോന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കേക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ഹോം ബേക്കറെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അതും നമ്മൾ സ്പൈഡർമാൻ്റെ തീമിലാട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇങ്ങോട്ടാക്കണ്ടേ, ടേബിൾ ഇങ്ങോട്ട് ഇടണം. അനക്ക് അതല്ല, ഇത് പറഞ്ഞേ കേൾക്കാത്ത കുട്ടിയാണ്. അതിമത്തെ സ്റ്റിക്കളൊക്കെ കത്തിണ്ടായിരുന്നോ എവിടെ
ഇങ്ങനെ കൊണ്ടേ സ്പൈഡർമാൻ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടിടണോ? നന്നായിട്ട് ഇടണോ? ഇവിടെ ഇതെന്താ എഴുതിക്കണത്? ഇതെന്താ എഴുതിയണേ? ഇതെന്താ അതെന്താ എഴുതിയണേ? ശ്യാമോൻ തിന്നണ വേണ്ടേ? എപ്പോഴാ തരാന്ന്? കത്തിടോ, കത്തി മിസ്സായി. പറഞ്ഞു പോന്നാളെ പറഞ്ഞു പോന്ന കത്തി ഉണ്ടേന്ന് തന്നല്ലേ. ശ്യാമനെ തിരിഞ്ഞ തിരിഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞ അവിടെ കൊണ്ടേനാ ശ്യാമന ഇവിടേക്കാ ഇവിടേക്കാ ഇവിടേക്കാ. ഹായ്. ഇതെടുത്തോ. കത്തിയൊക്കെ ഞാൻ തരണ്ട്. കത്തില്ല നമുക്ക് കൈ കൊണ്ട് തോണ്ടിരുന്നു. ഓക്കെ അതൊക്കെ പെയ്ഡ് പ്രൊമോഷനിൽ ചെയ്യാലോ നമുക്ക്. മോന്റെ ബർത്ത്ഡേയാണ്, കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്യാൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ടാബിലൊക്കെ നമ്മൾ പറയാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യുന്നത് സെഞ്ചുറി ഓഡിറ്റോറിയത്തിന്റെ ആൾക്കാരാട്ടോ. അതിന് നമ്മളെ കയ്യിൽ നിന്ന് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും അവർ ഈടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഫാമിലി ആയിട്ട് വന്നാലും നല്ല പ്രൈവസിയിൽ നല്ല അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഓക്കെ പറയുമ്പോ കേട്ടാ. റെഡി 1 2 3 സ്റ്റാർ. മേലെ കയറി ഏറി ഏറി. ഓക്കെ ഏറി. അത് വീണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളങ്ങോട്ട് ഓണായി. പിന്നെ നമ്മൾ പറയാതെ തന്നെ ഓരോരോ കോപ്രായം കാണിക്കാനും ഓരോരോ പോസ് കാണിക്കാനൊക്കെ തുടങ്ങി. നമ്മൾ പറയുന്ന പോലൊക്കെ നിന്നു. പിന്നെ സ്പൈഡർമാന്റെ വീഡിയോസും സ്ഥിരം കാണുന്നുണ്ട്. തന്നെ പോസുകളൊന്നും നമുക്ക് വല്ലാണ്ട് പറഞ്ഞു കൊടുക്കേണ്ടത് വന്നിട്ടില്ല. ഒന്നും ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. ഇത് തന്നെയാണ് കേട്ടോ ഞാൻ ആഗ്രഹിച്ചത്. നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മളെ മക്കളുടെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. ഇപ്പൊ കുറച്ചൊക്കെ അവർക്ക് മനസ്സിലാവുന്ന പ്രായം, ഓർമ്മയുള്ള പ്രായമൊക്കെ ആയില്ലേ. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഇതൊക്കെ നല്ല മെമ്മറബിൾ ആയിട്ടുണ്ടാകും. ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്തതൊക്കെ എന്തായാലും അവരുടെ മനസ്സിലുണ്ടാവും. കാല് കേറണ അതിനകത്ത് ഒരു കാല് വന്നിച്ചാ കോണി കോണി കണ്ടോനെ കോണി ചെറുക്കാരാ കാല് വെക്കേ കാല് വെക്കടാ കാല് വന്നിച്ചാ വിജയ കാല് വന്നിച്ചാ ശാബാനെ നമ്മളെ കത്തി കാണുന്നില്ല. കത്തി മിസ്സായണേ. ഇത് വെച്ച് കട്ട് ചെയ്തട്ടാ. അഡ്ജസ്റ്റ് ചെയ്യില്ലേ? കട്ട് ചെയ്തോളൂ.
ഓനെ പാടി. birthday to you Incha happy birthday to you തരില്ല നമ്മളൊക്കെ ചിരിച്ചു കളിച്ച് നിൽക്കുമ്പോൾ ആളാ കേക്കിലോട്ടും ആ ഡെക്കറേഷൻസിലോട്ടും നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവനക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവന്റെ കേക്കും അവന്റെ കാര്യങ്ങളും. സെക്കൻഡ് ബർത്ത്ഡേക്ക് കാത്തുന്റെ തീമിന്റെ കാര്യം ഇപ്പോഴും പറയും, കാത്തുന്റെ കേക്ക് വാങ്ങി തന്നില്ലേന്ന്. അപ്പൊ അത്രയും അവനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അവന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്ലാൻ ആക്കാൻ തന്നെ വീട്ടിലുള്ള എല്ലാവരും ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവരും ഓരോ വഴിക്ക് തിരിഞ്ഞതുകൊണ്ട് സാരില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് ഇതിനേക്കാളും ഉഷാറാക്കിയിട്ട് നന്നാക്കി ചെയ്യാം. നമുക്ക് ആഫിയത്തും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മക്കളുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. ഇല്ല. ഓൻ തരും കിട്ടുന്ന വിചാരിച്ചു കിട്ടിയില്ല. തറവാടിന്റെ പേര് അമ്പഴങ്ങ ഞമ്മച്ചിന്റെ കുട്ടിക്ക് വെച്ച് തരാം. മിനിറ്റ് ആയിട്ടില്ല കൊടുക്കല്ലേ. ചിരി കഴിയണി എടി ഞാൻ ഇത് തന്നെ അങ്ങോട്ട് തന്നെ പോളുള്ളല്ലോ. റെഡി. ആ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കഞ്ഞി ആ അവർക്ക് വെച്ചോ മിലിയോ. അപ്പൊ നമ്മളെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചതിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ പേടിച്ചിരുന്നു മഴ പെയ്ത ആകെ കൊളാവും, മഴക്കാറുണ്ടായാലും ഇരുട്ട് കുത്തി നിന്നാലും ഒന്നും ഫോട്ടോ ഒന്നും കിട്ടൂലല്ലോ, അങ്ങനൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി. മോൻ നന്നായിട്ട് ഹാപ്പിയാണ്. അതിനേക്കാളും കൂടുതൽ ഞാനും ഹാപ്പിയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞു. പക്ഷെ പെട്ടെന്നുള്ളതായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഉണ്ടായില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ നമുക്ക് ഇത്രയും നേരം വീഡിയോ ഒക്കെ എടുത്തുന്ന ആള് ഹസ്ബൻഡിന്റെ കസിനാണ്. അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഗിഫ്റ്റ്